ഈ പുതുതലമുറ എന്നും ഈ പുതുമുറ പാട്ടുകൾ, മുറ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പാട്ടിൻ്റെ പലതരത്തിലുള്ള അഭ്യാസങ്ങളാണോ മുറയാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ജയകുമാർ സാർ സംസാരിച്ചു തുടങ്ങുന്നതായിരിക്കും നന്നാവുകയെന്ന് തോന്നുന്നു. തലമുറകൾ മാറി വരുമ്പോൾ സംഗീതവും മാറുന്നു. വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊരു പ്രതിഭ വേണ്ടത് പറയാൻ. സ്വാഭാവികമായിട്ടും മാറുകയും വേണം. കാരണം തലമുറകൾ മാറുമ്പോൾ മനുഷ്യർ മാറുകയാണ്, മനുഷ്യരെ പറ്റിയുള്ള കഥകൾ മാറുകയാണ്, ആ കഥകളുടെ ആവിഷ്കാരം മാറുകയാണ്. നമ്മൾ നീലക്കുയിലിലെ പാട്ടുകളാണ് നമ്മുടെ ഒരു വഴിത്തിരിവായി തീർന്നത്. നീലക്കുയിലിലെ പാട്ടുകൾ അന്ന് പോസ്റ്റ് മോഡേൺ പാട്ടായിരുന്നു, അത് ഏറ്റവും ആധുനികമായ പാട്ടായിരുന്നു. അതിനു മുമ്പുള്ള തമിഴിനെയും ഹിന്ദിയും ഒക്കെ അനുകരിച്ചുകൊണ്ട് മലയാളത്തിലുണ്ടായിരുന്ന പാട്ടുകളുടെ സ്ഥാനത്ത് നീലക്കുയിലിൻ്റെ ഫ്രഷ് മലയാളം, വളരെ നർമ്മയുള്ള മലയാളം, നാടൻ മലയാളം, രാഘവൻ മാഷിൻ്റെ മ്യൂസിക്കും ഭാസ്കരൻ മാഷിൻ്റെ രചനയുമായി വന്നപ്പോൾ അതൊരു മലയാളത്തിലൊരു വലിയൊരു ഉദയം, ഒരു പുതിയൊരു സംഭവമായിരുന്നു നീലക്കുയിലിലെ പാട്ടുകൾ. അതുകൊണ്ട് നീലക്കുയിലിലെ പാട്ടുകൾ പോലെ നമ്മൾ അന്ന് ആധുനികമായിരുന്നു, ഇപ്പോഴും ഞങ്ങളത് മാറ്റുകയില്ല എന്ന് പറയാൻ ആർക്ക് സാധ്യമല്ല. മാറിക്കൊണ്ടേയിരിക്കണം. കാരണം ഇപ്പോൾ സിനിമയിൽ പ്രേമിക്കുന്നത് അന്നത്തെ ശ്രീധരൻ നായരും മിസ് കുമാരി അഭിനയിച്ച കഥാപാത്രവും അല്ലല്ലോ, ഇപ്പോൾ നമ്മളാണല്ലോ. ഇപ്പം ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്നതും ദുഃഖിക്കുന്നതും പ്രണയിക്കുന്നതും ഒന്നും അന്നത്തെ ശൈലിയിലല്ല. അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ആവിഷ്കാരത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായും സിനിമയിലെ സംഭാഷണം മാറുന്നത് പോലെ, സിനിമയിലെ സീനിൻ്റെ ഘടന മാറുന്നത് പോലെ, സീനിൻ്റെ ദൈർഘ്യം മാറുന്നത് പോലെ ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിച്ചതിൻ്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പഴയ പാട്ടുകളുടെ ചിത്രീകരണം നമ്മുടെ ടി വിയിലോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ, എന്നിട്ട് പുതിയൊരു പാട്ടിൻ്റെ ചിത്രീകരണം കൂടെ കാണുമ്പോൾ ഈ ചിത്രീകരണത്തിൽ തന്നെ വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. പണ്ട് ഒരു പല്ലവി പാടിക്കഴിയുമ്പോഴത്തേക്ക് കഥാനായകനെയും നായികയും ഏറി വന്ന ഒരു 6 അല്ലെങ്കിൽ 8 ഷോട്ട്സിൽ കൂടെ സംഗതി നിർത്തും. കാരണം ഇവരുടെ മുഖം ഒരുപാട് നേരം കാണേണ്ടി വരും. പിന്നെ മുഖം കൊള്ളാവുന്നുള്ള മുഖമാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ട് പ്രേം നസീറിൻ്റെ ഷീലയുടെയൊക്കെ മുഖം ഒരുപാട് നേരം കാണും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ 1 2 3 4 5 സെക്കൻഡ് കഴിയുമ്പോൾ ഷോട്ട് മാറി, അതിൻ്റെ പശ്ചാത്തലം മാറി. ഒരു മുറിക്കകത്ത് വെച്ചൊന്നൊരു പാട്ടെടുക്കുന്ന ഒരു സംവിധായകനെ ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. കുറഞ്ഞ പക്ഷം ഓസ്ട്രേലിയയിലെങ്കിലും പോകണം. അതാണ് സ്ഥിതി. അപ്പോൾ നമ്മളുടെ ഒരു ആസ്വാദനക്ഷമത, നമ്മുടെ ശൈലി, നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിൽ മാറ്റമുണ്ടായി എന്നുള്ളത് ഇതിനകത്ത് അത്ഭുതാവഹമായി ഒന്നുമില്ല. മാറിയില്ലെങ്കിലാണ് അത്ഭുതം. മാറി. ചോദ്യം എന്താണ്? ഈ മാറ്റങ്ങൾ അനുക്രമമായിട്ടുള്ള ഈ മാറ്റം നല്ലതോ ചീത്തയോ? അതാണ് ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നീലക്കുയിലിൻ്റെ കാലത്ത് നിന്ന് പിന്നീട് ഭാർഗവി നിലയത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഭാര്യയിലൊക്കെ എത്തിയപ്പോൾ നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതം അടുത്ത ഒരു പടിയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ദേവരാജൻ മാസ്റ്ററുടെ വരവോടുകൂടി, വയലാറിൻ്റെ ഒരു വരവോടുകൂടി മലയാള ചലച്ചിത്ര സംഗീതം അതിൻ്റെ ഒരു വളരെ ഉച്ചസ്ഥായിയായ ഒരവസ്ഥയിലെത്തി. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവരെല്ലാം കൊണ്ടുവച്ച ഒരു മ്യൂസിക്കൽ റിച്ച്നെസ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിപ്പോഴും പോയതായി എനിക്ക് തോന്നുന്നില്ല. അതുതന്നെയാണ് സെനിത്തിൽ നിൽക്കുന്നത് ഇപ്പോഴും. ഇനി അതിനെ അതിജീവിക്കാനുള്ള ഒരു ജീനിയസ് വരണം. ഇപ്പോൾ ഏതായാലും ഈ 70കളിൽ 60കളിൽ ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ് തുടങ്ങിയവരെല്ലാവരും കൂടെ ചേർന്ന്, വയലാർ, ഭാസ്കരൻ, പിന്നെ നമ്മുടെ ONV സാറ്, തമ്പി, യൂസഫ് അലി കേച്ചേരി തുടങ്ങിയ വളരെ നല്ല ഗാനരചയിതാക്കളും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സും കൂടെ ചേർന്ന് നമുക്ക് തന്ന ഒരു ബെഞ്ച് മാർക്കിന് അപ്പുറത്തേക്ക് മലയാള ചലച്ചിത്ര സംഗീതം പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല നല്ല പാട്ടുകളൊക്കെ പിന്നെ വന്നു, ഇല്ലെന്നല്ല. അതിനുശേഷം തലമുറ മാറ്റം ഉണ്ടായി. ഒരു 90കൾ വയലാർ രാമവർമ്മയുടെ തിരോധാനം, ദേവരാജൻ മാസ്റ്റർ നിഷ്ക്രമണം, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 80കൾ 90കളിലൊക്കെയാണ് നമ്മളൊക്കെ എഴുതി തുടങ്ങുന്നത്. ഷിബു കുറച്ചുകൂടെ വൈകിയാണ് എഴുതി തുടങ്ങി. ഞാനൊക്കെ 85ലൊക്കെ എഴുതി തുടങ്ങി. അന്ന് എന്നെ കൂടെ എത്ര പേരുണ്ട്? മങ്കമ്പ് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഭരണിക്കാവ് ശിവകുമാറുണ്ട്, ബിച്ചു തിരുമലയുണ്ട്, ഒരുപാട് വലിയ വലിയ നല്ല നല്ല എഴുത്തുകാരുണ്ടായിരുന്നു. അന്ന് ശ്യാമിൻ്റെ മ്യൂസിക്കും AT ഉമ്മറിൻ്റെ മ്യൂസിക്കും ഒക്കെയാണ് അന്ന് മികച്ച് നിന്നിരുന്നത്. ദേവരാജൻ മാസ്റ്ററുടെ ഹേ ഡേ കഴിഞ്ഞു. അങ്ങനെ ഒരു മ്യൂസിക് നമുക്ക് 2000 വരെയൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് സലിൽ ചൗധരി വന്നു, ഇതിനിടയ്ക്ക് ബോംബെ രവി വന്നു. ബോംബെ രവി വന്ന് നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കി തന്നു. ONVയും ബോംബെ രവിയും കൂടെയുള്ള മ്യൂസിക്കിൽ കുറച്ച് നിലവാരം താഴ്ന്നു പൊയ്ക്കൊണ്ടിരുന്ന മ്യൂസിക്കിന് കുറച്ചുകൂടെ ജനപക്ഷത്ത് നിർത്താനും ജനങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റുന്ന സംഗീതം നമുക്കുണ്ടായി. ഞാനുമൊക്കെ ആ ഘട്ടത്തിൽ 80കൾക്ക് ശേഷമാണ് ഞാനൊക്കെ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴുമായിട്ടുള്ളൊരു വ്യത്യാസം, 2000ത്തിന് ശേഷമുള്ള ഘട്ടത്തെയും നമ്മൾ ഒറ്റ ഫേസായിട്ട് കാണാൻ പറ്റില്ല. അവിടെയുമുണ്ട് ഉപഘട്ടങ്ങൾ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തത്. എന്നാലും ഒരു 2000ത്തിന് ശേഷം അല്ലെ 2005 ശേഷം മലയാള സിനിമാ ഗാനങ്ങളിൽ എന്തോ ഒന്ന് സംഭവിച്ചു, പലതും സംഭവിച്ചു. എനിക്ക് തോന്നുന്ന 2-3 സംഗതികൾ. ഒന്ന്,
ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് കൈവന്ന പ്രാധാന്യം, അതിൻ്റെ ഒരു വെർസറ്റാലിറ്റി, അത് നമുക്ക് പലതും സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു അനായാസത കാരണം സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യം വന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യം വന്നു. പിന്നെ ഗാനരചയിതാക്കൾ വയലാറിനെ പോലെയും ഭാസ്കരൻ മാസ്റ്റർ പോലെയും ഒക്കെ അത്രയും പ്രതിഭ ഇല്ലാത്തവരായി വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം അവരെഴുതുന്ന വരികളൊക്കെ പല മീറ്ററുകളിൽ വരാതിരിക്കുകയും ആവർത്തനമൊക്കെ വരികയും ചെയ്ത സമയത്തായിരിക്കണം ഞങ്ങൾ ട്യൂൺ തരാം, ട്യൂൺ അനുസരിച്ചിട്ട് എഴുതി തന്നാൽ മതി, അപ്പോൾ പാട്ടുകൾക്ക് വൈവിധ്യമുണ്ടാവും. ഉദ്ദേശിച്ചുദ്ദേശം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ വൈവിധ്യപൂർണ്ണമായ പാട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി. എല്ലാ പാട്ടുകളും മ്യൂസിക്കും ലിറിക്സും കൂടെ മാച്ചായി വന്നോളണമെന്നില്ല. എന്തിന് സലൽ ചൗധരിയുടെ പാട്ടുകളിൽ പോലും മേലെ പൂമല താഴെ തേന്മല നീവാ 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 എന്നൊക്കെ നമ്മളിപ്പോഴും കേൾക്കുന്നില്ലേ? അങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തിൽ? നീവാ എന്ന് നീട്ടിപ്പാടാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുപോലെ നൗഷാദിൻ്റെ പാട്ടിലുണ്ടല്ലോ, രതിസുഖ സാരമായി നിൻ കലാകാരൻ, അങ്ങനെയുണ്ടോ? കലാകാരൻ എന്നാണെങ്കിൽ മലയാളമുള്ളൂ, പക്ഷേ നൗഷാദ് ആയതുകൊണ്ട് ഞങ്ങൾ സാരമില്ല സഹിച്ചു, കലാകാരനെങ്കിൽ കലാകാരൻ എന്ന്. അങ്ങനെയുള്ള മിസ്മാച്ച് ഒരുപാടുണ്ട്. 2000 വരെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരക്കേടില്ലാത്ത പാട്ടുകൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഏകാന്തതകളിൽ പാടാനുള്ള പാട്ടുകൾ A.T. ഉമ്മറും പിന്നെ ശ്യാമും ആ കൂട്ടരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നീട് വന്നു രവീന്ദ്ര മാസ്റ്റർ വന്നു, ജോൺസൺ വന്നു, ഒരു കൊള്ളാവുന്നുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ നമുക്കുണ്ടായി. 2000-ന് ശേഷം ഇവരുടെ കാലഘട്ടത്തോടു കൂടി എന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന്, മ്യൂസിക്കിൻ്റെ അതിപ്രസരം; 2, ട്യൂണിട്ടേ പാട്ട് എഴുതാൻ പാടുള്ളൂ, അല്ലാതെ ഈ ഇവരൊന്നും എഴുതരണമെന്ന് നമ്മൾ ട്യൂൺ ചെയ്യേണ്ട കാര്യമില്ല എന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒരു അപ്രമാദിത്വം. നമ്മളിപ്പോൾ 3-ാം കിട 4-ാം കിട ആളുകളാണ്. ഇപ്പോൾ ഈ പാട്ടെഴുത്തുകാർക്ക് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയും തന്നനം പിന്നനം എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുക്കുന്നവരാണ്, അങ്ങനെയുള്ളവരാണ് ഞങ്ങളിപ്പോൾ. അങ്ങനെ ഒരു അധപ്പതനം നമുക്ക് വന്നിട്ടുണ്ട്. വയലാറൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോക്കും, അല്ലെ വേണ്ടെന്ന് പറയുന്നൊരു കാലമുണ്ട്. അതൊക്കെ പോട്ടെ, ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എഴുതി അങ്ങ് ജീവിക്കുകയാണ്. പിന്നെ ജീവിക്കാൻ വേറെ മാർഗ്ഗം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്ത് പറ്റി? അപ്പോൾ ഈ ട്യൂണിന് വേണ്ടി എഴുതാൻ തുടങ്ങിയപ്പോൾ ലിറിക്സ് അതിൻ്റെ ഒരു വശത്തോട്ട് പോയി. ലിറിക്കൽ വാല്യൂ ഇല്ലാത്ത പാട്ടുകൾ കൂടുതലുണ്ടായി. അത് അവരുടെയും കുറ്റമല്ല, കാരണം ഈ ചട്ടക്കൂടിനകത്ത് അങ്ങനെ എഴുതാൻ സാധിക്കൂ. മറ്റൊന്നും കൂടെ സംഭവിച്ചു, അത് ഞാൻ പഴയ മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയതുകൊണ്ട് പറയണം. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സും തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. ഇവർക്ക് കൂട്ടക്ഷരം വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അവർ പറയും ഇതിനകത്ത് സാഹിത്യം വേണ്ട. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണല്ലോ, സാറിൻ്റെ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ സാഹിത്യം ദയവ് ചെയ്ത് ഒഴിവാക്കണം, വർജ്യ വസ്തുവാണ് ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പിന്നെ എന്തെഴുതും? അത് നമ്മൾ സംസാരിക്കുന്ന പോലെ എഴുതിയാൽ മതി. അങ്ങനെ 2-3 എഴുതി നടന്നില്ല, നീ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിറിക്കൽ വാല്യൂ, പാട്ടിൻ്റെ ലിറിക്കൽ വാല്യൂവിനുണ്ടായ അപജയവും മ്യൂസിക്കിനകത്തുണ്ടായ യാന്ത്രികതയും സംഗീതത്തിന് സിനിമയിലുള്ള സ്ഥാനത്തിൽ വന്ന ഭ്രംശവും എല്ലാം കൂടെ ചേർത്ത് ഇന്ന് 70-കളിലും 60-കളിലുമൊക്കെ ഉണ്ടായതുപോലെ മെമ്മറബിളായിട്ടുള്ള, ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന, നമ്മുടെ വികാരങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാൻ സാധിക്കുന്ന പാട്ടുകൾ അപൂർവമായിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അഥവാ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ്. ഫ്രീക്വൻസി മാത്രമല്ല കുറവ്, അതിൻ്റെ ആയുസ്സും കുറവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലതും ചാപിള്ളകളാണ്. പിന്നെ FM റേഡിയോ ഒക്കെ ഒരാഴ്ചയായിട്ട് അടിച്ച് ജീവൻ കൊടുക്കും. സൂപ്പർ ഹിറ്റ്, മറ്റത് മറിച്ചത്, ഒരാഴ്ച ഹിറ്റേ ഉള്ളൂ, അതിനുശേഷം പിന്നെ നമ്മളാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതെന്തെന്ന് വെച്ചാൽ ലിറിക്കൽ വാല്യൂ ഇല്ലാതെ ഒരു സംഗീതവും നിൽക്കില്ല, ഒരു പാട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ലിറിക് റൈറ്റേഴ്സിന് പ്രാധാന്യം വരികയും ലിറിക്സിനെ പിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംസ്കാരം മലയാള സിനിമയിൽ വന്നെങ്കിൽ മാത്രമേ മലയാളികൾക്ക്, പുതിയ തലമുറയ്ക്ക് പാടാൻ പുതിയ കാലത്തെ നല്ല പാട്ടുകൾ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ മിക്കവാറും ഒന്നും തന്നെ. പിന്നെ റഫീഖ് വന്നിട്ടാണ് ഒരു ചെറിയൊരു ആശ്വാസം വന്നത് കേട്ടോ. റഫീഖിൻ്റെ ലിറിക്കൽ വാല്യൂ ഉള്ള പാട്ടുകൾ, ഒരു ചെറിയൊരു മരുഭൂമിയിലൊരു മരുപ്പച്ച അവിടെ കാണാം നമുക്ക്. ബാക്കിയുള്ളവരൊന്നും മോശമാണെന്നല്ല, പക്ഷേ അവരുടെ കുഴപ്പമല്ല, കാരണം അവർക്ക് കിട്ടുന്ന സെറ്റപ്പ് അങ്ങനെയാണ്, അവിടെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇത് മാറി ലിറിക്കൽ വാല്യൂ ഉള്ള പാട്ടുകൾ ഉണ്ടാവട്ടെ. സംഗീതം എന്ന് പറയുന്നത് ഫാഷനുകൾക്ക് വിധേയമാകുന്നതിനപ്പുറത്തേക്ക് സ്ഥായിയായി നിൽക്കുന്ന സംഗീതമുണ്ട് എന്നും, മലയാളിക്ക് പാടാൻ പാട്ട് വേണം. നമുക്ക് വേറെ ഗസൽസോ ദുമ്രിയോ ഒന്നുമില്ല, ഈ പാട്ടുകളേ ഉള്ളൂ നമുക്ക് പാടാൻ. പുതിയ കുട്ടികൾ പോലും ഫ്ലവേഴ്സ് TV-ലൊക്കെ പോയി പഴയ പാട്ടുകൾ പാടുമ്പോൾ എവിടെ 2000-ലെ പാട്ടുകൾ നമുക്ക് തോന്നുന്നില്ലേ? ഈ തലമുറയ്ക്ക് പാടാൻ പാട്ടുകളില്ല. അത് കൊടുക്കാനുള്ള ഒരു സംഗീത വിപ്ലവം നമ്മുടെ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പാട്ടുകൾ മനുഷ്യന് വേണ്ടത് തന്നെയാണ്, പക്ഷേ പാട്ടുണ്ടാക്കാനുള്ള ഫാക്ടറിയാണോ സിനിമ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിനിമ മാറി. പണ്ട്
ഒരു കുട്ടിയെ ഉറക്കണമെങ്കിൽ നമുക്ക് താരാട്ടുപാട്ടില്ലാതെ പറ്റില്ലായിരുന്നു. മലയാളത്തിലൊരു കുട്ടി ഉറങ്ങില്ലായിരുന്നു താരാട്ടുപാട്ടില്ലെങ്കിൽ. പ്രണയിക്കണമെങ്കിൽ പാട്ട് വേണമായിരുന്നു. അത് സിനിമയുടെ ശൈശവകാലമായിരുന്നു. സിനിമ വളർന്നു. ഇന്ന് കുട്ടിയെ ഉറക്കാൻ താരാട്ടുപാട്ടിൻ്റെ ആവശ്യമില്ല എന്ന് സിനിമ സ്വയം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാനിതിനെ നേരത്തെ രജനീഷ് പറഞ്ഞ പോലെ അപ്ലൈഡ് ആർട്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ എങ്ങനെ ഒരു ജിങ്കിൾ പ്രയോജനപ്പെടുത്തുന്നു, അതുപോലെ തന്നെയാണ് ഒരു സിനിമയിലെ ഇമോഷനെ കുറേയും കൂടി ഇൻറ്റൻസ്ഡ് ആക്കാൻ, കുറേയും കൂടി തീവ്രമാക്കാൻ ആണ് ഈ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സിനിമയ്ക്കിന്ന് തീവ്രമാവാൻ ഈ പാട്ടിൻ്റെ ആവശ്യമില്ല. പല പാട്ടുകളും ഇന്ന് പാട്ടിൻ്റെ പർപ്പസ് എന്താണ്? സിനിമയിൽ ഇമോഷൻ ഇൻറ്റൻസ്ഡ് ആക്കാനല്ല പാട്ട് ഉപയോഗിക്കുന്നത്. പലപ്പോഴും വന്ന് സിനിമയുടെ പ്രൊമോഷൻ്റെ ഒരു മെറ്റീരിയൽ മാത്രമാണ്. ഇപ്പോൾ ബോഗൺവില്ല എന്ന് പറയുന്ന പടത്തിൽ വൈറലായ പാട്ടാണ്. അത് ആ പടത്തിലേ ഇല്ല. കാരണം വാഷിംഗ് പൗഡർ നിർമ്മാന്ന് പാടുന്ന സാധനം ആളെ കടയിലെത്തി പൗഡർ വാങ്ങിപ്പിക്കുന്നവരെ ആവശ്യമുള്ളൂ. ഈ സിനിമയ്ക്ക് പാട്ടിൻ്റെ ആവശ്യമില്ല. പാട്ടിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ട്രെയിലറിന് വേണ്ടി, റീലിന് വേണ്ടി, ഇത്രയും മാത്രമാണ് പാട്ട് ഉപയോഗിക്കുന്നത്. ചില പടങ്ങളിൽ വളരെ നന്നായിട്ട് പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സഞ്ജയ് ലീല ബൻസാലി, ഇത് കഴിഞ്ഞാൽ ഗൗതം വാസുദേവ്, ഇവരൊക്കെ പാട്ട് ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വെർസറ്റൈൽ, അത് ഈ പാട്ടുകൾ എങ്ങനെ കഥ പറയുന്നതിന് ഉപയോഗിക്കണം എന്നുള്ള ആ ഇതിൻ്റെ അകത്തുനിന്നെല്ലാം സിനിമ വളർന്നു കഴിഞ്ഞു, മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാട്ടിന് മറ്റൊരിടം കണ്ടെത്തണം. സിനിമയിലുണ്ടാവില്ല. ഇനി ഇതും ഇല്ലാണ്ടാവും. അപരിഷ്കൃതമായിട്ട് നടക്കുന്ന ആൾക്കാരെ പോലെ അല്ലെങ്കിൽ ഈ സിനിമാക്കാരെ നമ്മൾ തന്നെ നോക്കാൻ തുടങ്ങും. കാരണം പാട്ടിൻ്റെ ഇടം അവിടെയല്ല. പല വെസ്റ്റേൺ കമ്പോസിഷനും ബാൻഡുകളും പാട്ടുകൾ ഒൺലി ഫോർ അവരുണ്ടാക്കുന്ന അവരുടെ ബാൻഡിന് വേണ്ടി മാത്രമാണ്. അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവെക്കൽ ആ പടയിൽ നിന്നിട്ട് നിന്ന് ആരെങ്കിലും കാണുമോ? കുട്ടിക്കുപ്പായം ഇവിടെ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒറ്റ മനുഷ്യർ കാണില്ല. കാരണം ആ സിനിമയെല്ലാം അപ്പം സിനിമയുടെ പുറത്താണ് ആ പാട്ടുകൾ, അന്നുണ്ടായ പാട്ടുകൾ മുഴുവൻ നിലനിൽക്കുന്നത്. ഇന്നും പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പണ്ട് എടുത്തു വച്ചിരുന്ന പാട്ടുകൾ അങ്ങനെ എടുത്തു വെക്കാൻ നമ്മുടെ മനസ്സിൽ സ്ഥലം വല്ലതും ബാക്കിയുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് പണ്ട് എങ്ങനെയാണ് നമ്മൾ പാട്ട് കേട്ടിരുന്നത്? എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ റേഡിയോ വന്നപ്പോൾ ആദ്യം ഈ റേഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പാട്ട് വരില്ലല്ലോ. അപ്പോൾ അടുത്ത എവിടെ ദൂരെ ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. എഴുതിയത് ആരാണ്? സുജാത എന്നുള്ളത്. പക്ഷേ അത് ഇവിടുത്തെ പച്ച ലൈറ്റ് ഒന്ന് സ്റ്റഡി ആയിട്ട് വരുമ്പോഴേക്കും പല്ലവിയും കഴിഞ്ഞ് ചരണവും കഴിഞ്ഞു. അവസാനത്തെ പല്ലവി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വീട്ടിൽ റേഡിയോ എന്ന ആദ്യത്തെ ആ ശബ്ദം വെളിയിൽ വന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് പറമ്പിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴും എല്ലാം ഞാൻ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ് എഴുതിയത് ആരാണ്? സുജാത. അത്രയും മനോഹരമായിട്ടുള്ളൊരു പാട്ട്, അത്രമാത്രം. അതൊരു ആദ്യ ചുംബനം പോലെ നമ്മളെ ഇടക്കൊന്ന് എടുത്തു നോക്കി തിരിച്ചു വെക്കുന്ന അത്രയും മനോഹരമായിരുന്നു ആ പാട്ട്. ഇന്നങ്ങനെ എടുത്തു വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റീകോളിംഗ് എന്ന് പറയുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സത്യത്തിൽ നമ്മളൊന്നും റീകോൾ ചെയ്യുന്നില്ല. റീകോൾ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു വാക്വം വരുമ്പോഴാണ്, വിരസത വരുമ്പോഴാണ് ഞാൻ ഇതിനെ റീകോൾ ചെയ്യുന്നത്. നല്ല മെമ്മറീസിനെ തിരിച്ചെടുത്ത് നമ്മൾ നോക്കുന്നപ്പോഴാണ് റീകോൾ ചെയ്യുന്ന. റീകോളിംഗ് ആണ് മെമ്മറി ഉണ്ടാക്കുന്നത്.
ഏതെങ്കിലും റീകോൾ ചെയ്യാനായിട്ട് ഇന്നലെ നമ്മൾ ബ്രൗസ് ചെയ്ത ഏതെങ്കിലും സാധനം നമ്മുടെ ഓർമ്മയിലുണ്ടോ? കംപ്ലീറ്റ് നമ്മൾ രാവിലെ ഒന്ന് ഫോൺ ഓൺ ചെയ്തതാണ്. പിന്നെ നോക്കുമ്പോഴാണ് 1:30 മണി, ഊണ് കഴിക്കാറായിരുന്നു. 1:30 എന്നാൽ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കണ്ട ഒരു സാധനം മനസ്സിലുണ്ടാവില്ല. മനുഷ്യന് വിരസതയില്ല. വിരസതയെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആദിമ മനുഷ്യൻ തുടങ്ങി എല്ലാവരും ഗുഹാ ചുമരുകളിലും ഇതിലെല്ലാം ചിത്രം വരച്ചത്, പാട്ട് പാടിയത്, ആ പാട്ട് ഏറ്റുപാടിയത്. വിരസതയില്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഈ വാഴ ബനാനെ പൂ തരാമോ എന്നൊക്കെ ഉള്ളത്. കാരണം തലപോയ വാഴയ്ക്ക് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഏത് പാട്ട് കൊടുക്കാനാ? അവിടെ പോയിട്ട് ശാന്തവമ്പരം പാടാൻ പറ്റുമോ? അപ്പം ആ പടം അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. അതാരാണ് നിശ്ചയിക്കുന്നത്? ആ സിനിമയുടെ സംവിധായകർ. അതിനു മുൻപുണ്ടായിരുന്ന പല സംവിധായകരും, എന്തിന് നമ്മളെ സഞ്ജയ് ലീല ബൻസാലി പോലെയുള്ള ആൾക്കാർ വരെയും ആ പാട്ടിനെ അത് കൺസീവ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇന്നത്തെ ഒരു ഡയറക്ടർ വിചാരിക്കുകയാണ് എനിക്ക് വേണ്ടത് ഇത്തരത്തിലൊരു പാട്ടാണ്, ഈ പടം ഞാൻ ഇങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റർ വേറെ എന്ത് ചെയ്യണം? പ്രൊഫഷൻ ഇതായിട്ട് എടുത്തേക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സിനിമയിൽ ഈ ഇട അന്വേഷിച്ച് നീ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പകരം സിനിമയുടെ പുറത്ത് സംഗീതത്തിന് മറ്റൊരിടം കണ്ടുപിടിക്കണം. കാരണം പാട്ട് എന്തായാലും നമുക്ക് വേണം. അതിന് കാരണം എന്താണെന്ന് അറിയോ? നമ്മളുടെ ഈ ജീവിതത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇത്രയും തിരക്ക് പിടിച്ച ഇതിൻ്റെ ഇടയിൽ ബാബുക്കയുടെ ഒരു നല്ല പാട്ട് കേട്ടുന്നിരിക്കട്ടെ, ഏത് മൂഡിലായിക്കോട്ടെ. ഇപ്പോൾ അസ്തമന കടലിന്നകലെ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കും അവിടെ. ഒരു 5 മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ വിട്ടു. പ്രാണസഖി കേട്ട് കഴിഞ്ഞാൽ എന്തിന് എത്ര പാട്ടുകൾ വേണമെങ്കിലും പറയാം. എന്താ അവിടെ സംഭവിക്കുന്നത്? ഒരിത്തിരി പോകുന്ന പാട്ട് നീ അലഞ്ഞ് നടക്കുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങ് ഇരുത്തി നമ്മൾ കണ്ണടച്ചു. പാട്ടിൻ്റെ ഈ ലളിത സംഗീതം, അത്ര ലളിതമായിട്ടുള്ള ഈ പാട്ടിൻ്റെ ശക്തി കിടക്കുന്ന അവിടെയാണ്. ഒരു മനുഷ്യന് മെഡിറ്റേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കാര്യമാണ് പാട്ട്. എന്തിൻ്റെ അകത്തും എവിടെ ഇരുന്നും പാട്ട് കേൾക്കാം. അവിടെയെല്ലാം നിങ്ങൾക്ക് ഒരു മെഡിറ്റേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ, മെഡിറ്റേഷൻ മാത്രമല്ല വിപ്ലവം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു മീഡിയമാണ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ സ്ഥലം ഇനി സിനിമയാണെന്ന് ധരിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു സ്ഥലത്തിന് വേണ്ടി നമുക്ക് മറ്റൊരിടത്തിന് വേണ്ടി ശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയകുമാർ സാറിനോട് ഒരാളല്ലേ പറഞ്ഞുള്ളൂ പാട്ടിൽ സാഹിത്യം വേണ്ട എന്നുള്ളത്. ഞാനിത് എല്ലാ പാട്ടിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും. അപ്പോൾ തുടക്കകാലത്തൊക്കെ ഇത് പ്രശ്നമായിരുന്നു. നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഒരു പാട്ടിലെ ഒരു വരി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് എഴുതും. കൃത്യമായിട്ട് അതേ വരി തന്നെ മാറ്റാൻ സംവിധായകൻ പറയും. അപ്പോൾ ഇങ്ങനെ ശീലമായ കുറേ കഴിഞ്ഞപ്പോൾ ഈ വരി മാത്രം നമ്മൾ മാറ്റി ഒരിടത്ത് എഴുതി വയ്ക്കും. ഇത് സിനിമയ്ക്ക് ആവശ്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അങ്ങനെയാണ് ഉണ്ടായത്. കാരണം ഇത് നമ്മൾ സിനിമാ പാട്ടുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ വന്ന മാറ്റങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സിനിമാ പാട്ടിലെ മാറ്റങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശിവേട്ടൻ തന്നെ പറഞ്ഞ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവെക്കൽ എന്നുള്ളത്, ഇപ്പോഴാരാണ് വഴിയിലൂടെ കുളിക്കാൻ പോകുന്നത്? തൊട്ടടുത്ത് കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് തൊട്ട് അപ്പുറത്തെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമായി. അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ജീവിത ശൈലികളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും പാട്ടിലൂടെ പറയും. പിന്നെ പാട്ടുകളിൽ കവിതയുടെ അംശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇമോഷൻസിനെ, അതിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കാവ്യാത്മകമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്വന്തം വീടുകളിൽ എവിടെയാണ് ഇമോഷൻസ്, അതിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് ഏതൊരു മനുഷ്യനും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു
ടി വിയുടെയോ അല്ലെങ്കിൽ ഫോണിൻ്റെയോ ഒക്കെ സ്ക്രീനിലേക്ക് നമ്മൾ ഒതുങ്ങുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മളെ പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മൾ എത്രത്തോളം നമ്മളിലേക്ക് ഉൾവലിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാറ്റം സ്വാഭാവികമായിട്ടും സിനിമാ പാട്ടിലും സംഭവിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പണ്ട് എനിക്ക് തോന്നുന്നു ഒരു പാട്ട് മൊത്തം അല്ലേ, സന്യാസിനി എന്നുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമാണ് നമ്മളെ രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിക്കുന്നു ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ മൊത്തത്തിൽ ആ പാട്ടാണ് നമ്മളെ ആകർഷിക്കുന്നത്. ഇന്ന് അതിനുള്ള സമയമില്ല. അത് പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഷിബുകൊണ്ടൊക്കെ ഇറ വരുമ്പോൾ പല്ലവിയിൽ ആളുകൾ ഹുക്കായാൽ മതി, ബാക്കി എന്ത് വേണമെങ്കിലും എഴുതിക്കോ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ഈ ഒരു കാലഘട്ടം വരുന്ന സമയത്ത്, ഷിബുവേട്ടൻ നമ്മുടെ കാലഘട്ടം അല്ല എന്നിട്ടല്ലോ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്കിൽ ഹുക്കാവണം, മീൻസ് അല്ലെങ്കിൽ അവൻ ചാനൽ മാറ്റും. ആദ്യത്തെ വാക്ക് അട്രാക്റ്റീവ് വേണം. ഇപ്പോൾ RDX എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പാട്ട് ചെയ്ത സമയത്ത് നീല നിലവേ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് എന്നോട് ചോദിച്ച സമയത്ത് ഞാനൊരു 15 ഓപ്ഷൻ ആ നീല നിലവേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞു, എടോ നീല നിലവേ എന്ന് കേൾക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അങ്ങനെ മനസ്സോടെയാണ് ആ പാട്ട് സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ വാക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു പ്രഷറുണ്ടല്ലോ. മൊത്തം പാട്ട് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ ഒരു ഹുക്ക്, ഈ ഹുക്ക് ക്യാച്ച് ചെയ്യണം. ബാക്കി നിങ്ങൾ പാട്ടിൽ എന്ത് വേണമെങ്കിലും എഴുതിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹസങ്ങളിലൂടെയും അതിക്രമങ്ങളിലൂടെയാണ് ഇന്നത്തെ ഒരു പാട്ടെഴുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലാതെയും പിന്നെ നമ്മളെ ഏതൊരു പാട്ടെഴുത്തുകാരനെയും പാട്ടെഴുതാൻ പ്രേരിപ്പിക്കുന്നതെന്ന് പറയുന്നത് ആ സിറ്റുവേഷനാണ്. അത്രയും റൂട്ടഡ് ആയിട്ടുള്ള, അത്രയും ഇമോഷൻസ് നിറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം കവിത്വമുള്ളവരൊക്കെ തന്നെയാണല്ലോ, അവരിലെ ആ കവിയെ എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഏറാമിൽ അങ്ങുവാനക്കൊള്ളു പോലെയൊക്കെയുള്ള പാട്ടുകൾ സംഭവിക്കുന്നത്, മിന്നൽ മുരളിയിലെ ഉയരെ പോലെയൊക്കെയുള്ള പാട്ടുകൾ. അല്ലാത്ത സമയത്ത് നമുക്ക് അല്ലാതെ ഈ പറയുന്ന കുടുക്കുപൊട്ടി ഉപ്പായും മറ്റേ വാടാവാടൊക്കെ എഴുതേണ്ടി വരും. അത് നമ്മൾക്കും അറിയാം. നമ്മൾ എഴുതുന്ന പാട്ടുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇത് എന്താണെന്നും നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ എന്താണെന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു വിവേചന ബുദ്ധി നമുക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ അത് പാട്ടെഴുത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഒരു 3-4 സുഹൃത്തുക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 3-4 സുഹൃത്തുക്കൾ വളരെ അടിച്ചു പൊളിച്ച് മദ്യപിച്ചിട്ട് ഒരു ട്രെയിൻ യാത്ര പോകുന്ന സമയത്ത് പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം എഴുതാൻ ഇന്നത്തെ ഒരു സംവിധായകൻ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു മാറ്റം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം നമ്മളിത് അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സിനിമ കാണാൻ വരുന്ന, അല്ലെങ്കിൽ ഈ പാട്ട് വൈറൽ എന്നുള്ള വാക്ക്, അപ്പോൾ ഇത് ആരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ഏത് തലമുറയാണ്, അല്ലെങ്കിൽ ഈ നമ്മളുടെ പാട്ട് ആഘോഷിക്കേണ്ടത് ഏതൊരു ഗണമാണ് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ധാരണ കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് കാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധപൂർവ്വം എഴുതുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. പിന്നെ ഷിബുടെ പറഞ്ഞ പോലെ തന്നെ ഒരു സമാന്തര ഒരു സ്വഭാവമുള്ള ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സംഗീത ഒരു വഴി തീർച്ചയായിട്ടും അത് ഇവിടെ വരേണ്ടത് തന്നെയാണ്. എനിക്കൊന്നും ഇപ്പോൾ റാപ്പുകളൊക്കെ കുറച്ചുകൂടി സജീവമായിട്ട് അവരവരുടെ രാഷ്ട്രീയം പറയാനുള്ള കാര്യങ്ങളൊക്കെ മെല്ലെ അവിടെ അതിൻ്റെ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ സിനിമ പാട്ടെഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത് സിനിമയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമേ അതിന് വഴിയുള്ളൂ. കാരണം ഇപ്പോൾ മറ്റൊരു കാര്യം, ഒരു സിനിമയിലെ പല പാട്ടുകൾ എഴുതുന്നത് പല ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സിനിമയുടെ ഇന്ന ഘട്ടത്തിൽ ഏത് പാട്ട് വരണം എന്നുള്ള കാഴ്ചപ്പാട്, ഏത് തരത്തിലുള്ള പാട്ട് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് സംവിധായകനും, നമുക്ക് പലപ്പോഴും കഥ പോലും അറിയില്ല ഒരു സിനിമ എഴുതുമ്പോൾ. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ, ഇതാണ് സിറ്റുവേഷൻ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവരെവിടെ നിന്ന് വന്നെന്നോ ഇവർ പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും നമുക്കില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാത്രം ഉൾക്കൊണ്ടാണ് പലപ്പോഴും പാട്ട് എഴുതുന്നത്. അടുത്ത പാട്ട് മറ്റൊരാളാണ് എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം സിനിമയിലെ മാറ്റത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഈ പുതുതലമുറ പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അതിനകത്തുള്ള പാട്ടെന്ന് പറയുന്നത് ബ്രൈഡാത്തിയെ എന്ന് പറയുന്ന പാട്ടാണ് അത് ഹിറ്റായിരിക്കുന്നത്. ആ സിനിമ ഹിറ്റാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ബ്രൈഡാത്തി എന്ന് പറയുന്ന ഒരു വാക്ക് പുതുതായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്നാണ്. നന്മകനെ പൊന്മകനെ, ഇതിപ്പോൾ നന്മകനെ എന്ന് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ പ്രയോഗിച്ചിട്ടില്ല. അപ്പം നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്ന് സുഹൈൽ കോയ എഴുതുമ്പോൾ സുഹൈൽ കോയ തന്നെ പ്രേമിക്കുടു എന്ന് പറയുന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. അതേപോലെ കാറ് റൈഡിയിലെ ഓടിയിലെ എന്നൊക്കെ ചോദിക്കുന്ന സാധനം പോലെ റൈഡിയിലെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഈ പറഞ്ഞതുപോലെ ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുന്നൊരു വാക്ക് ഒരു തരത്തിലും പാട്ടിൽ ഇതേപോലൊരു സൂപ്പർ ഹിറ്റ് പാട്ടിലേക്ക് വരുമെന്നോ അതൊരു ഹിറ്റാവുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ലൈൻസ് ഉണ്ട്. ഇപ്പോൾ പി ശശി എന്ന് പറയുന്ന നമ്മുടെ ആടിലെ പാട്ട് എഴുതുന്ന സമയത്ത് ലാൽ സലാം എന്ന് പറയുന്നത് ശരിക്കും അത് വേറൊരു അർത്ഥത്തിലാണത് പ്രയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ പുതുതലമുറ പാട്ടുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും നല്ല രസമുള്ളൊരു അർത്ഥം വന്ന പാട്ടെന്ന് പറയുന്നത് ഫാലിമിയിലെ അതിനകത്ത് ഒരു പാട്ടിൽ മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റലിൽ കണ്ടോ നീ, അത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് തോന്നുന്നു. മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റലിൽ കണ്ടോ നീ, ഇടിമിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ, തന തന്തന 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 തന്താനേ, ഇങ്ങനെ പോകുന്നൊരു സാധനമാണ്. അപ്പം അതിനകത്ത് വാക്കുകൾ വരുന്നതിൽ മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റലിൽ കണ്ടോ നീ, മഴവില്ലിൽ വെള്ളയില്ല, വിബ്ജോറിൽ വെള്ളയില്ല. പക്ഷേ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ ഈ പരീക്ഷണം, ഇങ്ങനെ പ്രാഥമിക കളർ കറക്കുമ്പോൾ വെള്ള കാണാൻ പറ്റും. അത്തരത്തിൽ വെള്ള കാണുന്ന മാതിരിയുള്ളൊരു ചുറ്റൽ ഉണ്ടായിരുന്നു അവർക്ക് ആ ജീവിതത്തിൽ. ആ സിനിമയിൽ ആ അലച്ചിൽ കാണിക്കുമ്പോഴാണ് ആ പാട്ട്, മോസിൻ എഴുതിയ പാട്ടാണ്. അതേപോലെ തന്നെ ഇടിമിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ, അത് അത്രയും സങ്കടം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ ചോദിക്കുന്നത്. അപ്പം പുതിയ തലമുറ പാട്ടുകളിൽ ഈ വാക്കുകളും അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പൊന്മകനെ നന്മകനെ എന്നൊക്കെ വിളിക്കുന്ന വാക്കുകളൊക്കെ വരുമ്പോൾ അത് ഭാഷയെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ വളരാൻ പറ്റില്ലേ. ഇപ്പോൾ സെൽഫി നമ്മൾ ഇനി മാറ്റാൻ പറ്റാത്ത വാക്കാണ്, അത് മലയാളത്തിൽ നമ്മൾ സെൽഫി എന്നതിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ടോ, അത്തരത്തിലുള്ളൊരു ചർച്ചയും കൂടെ നമ്മൾ പുതിയ പാട്ടുകൾ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജയകുമാർ സാറിന് അക്കാര്യത്തിൽ കൂടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരുന്നു. ഭാഷ പാട്ടുകളിൽ മാത്രമല്ല, കവിതയിൽ മാത്രമല്ല, നമ്മുടെ പത്രഭാഷയായാലും ശരി, വ്യവഹാര ഭാഷയായാലും ശരി, അക്കാദമിക ഭാഷയായാലും ശരി, ഒക്കെ തന്നെ ഭാഷ സ്റ്റാറ്റിക് അല്ല, ഭാഷ മാറിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവും ആർക്കുമില്ല. മാറാത്ത ഭാഷ ഡെഡ് ലാംഗ്വേജ് ആയി തീരും. അതൊക്കെ ആ തത്വമൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്ങനെ മാറാം, എന്തുമാത്രം മാറാം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവിടെ നിയമമില്ലാത്തതുകൊണ്ട് നമുക്ക് റൈഡു എന്നൊക്കെ എഴുതാം. അത് ഇതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റാത്തിടത്തോളം കാലം അവരാരും നമ്മളൊന്നും ചെയ്യുകയല്ല. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഭാഷയിൽ മാറ്റങ്ങളുണ്ടാക്കി, ഷേക്സ്പിയർ പോലും ഒരുപാട് പ്രയോഗങ്ങൾ നടത്തി. അതും ഇപ്പോൾ സിനിമാ പാട്ടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾക്കും എന്തോ ഒരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നതാണ്. എന്താണ് വ്യത്യാസം? ഭാഷയെ സമ്പന്നമാക്കാനും കൂടുതൽ ആവിഷ്കാരക്ഷമതയുള്ളതാക്കാനുമായി നമ്മൾ ഭാഷയുടെ ചില പരിമിതികളെ നമുക്ക് ലംഘിച്ച് അതിനെ കൂടുതൽ ആവിഷ്കാരക്ഷമത, എക്സ്പ്രസീവ്നെസ് കൊണ്ടുവരാൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നാൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഭാഷ വളരുമോ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ വേറൊന്നുണ്ട്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം നിലനിൽക്കണമോ വേണ്ടയോ, അത് ഭാഷയുടെ പൊതുധാരയിലേക്ക് ചേക്കേറുമോ അതോ നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളയുമോ എന്നൊക്കെയുള്ളത് കാലത്തിന് മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റൂ. അതുകൊണ്ട് മാറ്റങ്ങൾ വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാറ്റങ്ങൾക്കും വേണം ഒരു മര്യാദ എന്നേ പറയുന്നുള്ളൂ. മാറ്റങ്ങൾക്കും വേണം ഒരു മര്യാദ. ഇത് ക്രിമിനൽ കുറ്റമല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഭാഷ എന്ത് വേണോ ചെയ്യാം. അത് ശിക്ഷിക്കാനും രക്ഷിക്കാനുള്ള അവകാശം പ്രേക്ഷകർക്കാണ്, ഭാഷ ഉപയോഗിക്കുന്നവർക്കാണ്. പത്രഭാഷയിൽ തന്നെ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു. നമ്മൾ 50 വർഷത്തിന് മുമ്പുള്ള പത്രക്കോളം ചില പത്രത്തിലൊക്കെ വരില്ലേ, അത് വായിച്ചാൽ അന്നത്തെ പത്ര റിപ്പോർട്ട് അന്നത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്കത് വളരെ പുരാതനമായിട്ട് തോന്നുന്നുണ്ട്. അത് ഭാഷ മാറുന്നതിൽ തെറ്റുണ്ടെന്നുള്ള ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല, മാറിക്കൊണ്ടേയിരിക്കണം. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻറ്റ്, എന്ത് മാറാത്തതായി ഭാഷയിൽ ചിലതൊക്കെ ഇല്ലേ. ഈ വ്യാകരണം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പിള്ളേരാരും പഠിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും വ്യാകരണമുണ്ട്. ഓരോ സെൻറ്റൻസിലും നമ്മളറിയാതെ നമ്മൾ വ്യാകരണം പ്രയോഗിക്കുകയാണ്. അതിൻ്റെ തിയറി നമുക്ക് അറിഞ്ഞുകൂടാ, സിദ്ധാന്തം അറിഞ്ഞുകൂടാ, പക്ഷേ പ്രയോഗം അറിയാം. ആ പ്രയോഗത്തിൽ വളരെ വലിയ വൈകല്യങ്ങൾ വരുമ്പോൾ
ഭാഷയെ സ്നേഹിക്കുന്നവർ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഇപ്പോൾ എന്താണ് റൈഡി എന്ന് വെച്ചാൽ റൈഡിയിൽ എന്ന് പറഞ്ഞാൽ ഓടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഓടിച്ചില്ല. അത് മിനി കൂപ്പറിനെ കുറിച്ചുള്ള പാട്ടാണ്. മിനി കൂപ്പർ എന്ന് പറയുന്ന കാർ ഓടിക്കുമ്പോൾ ഉള്ള പാട്ടാണ്. നന്നായിരിക്കട്ടെ, നന്നായി വരട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അല്ലാതെ ഇതിപ്പോൾ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഈ കാണുന്നത്. എനിക്ക് തോന്നിയത് പുതിയ മലയാള സിനിമ ഗാനങ്ങൾ പ്രത്യേകിച്ച് ഇത് കവിതയിലും ഉണ്ട് കേട്ടോ ഈ ഒരു പ്രവണത. അതിനെ നമുക്ക് ട്രിവിയലൈസേഷൻ എന്ന് പറയാം. എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുന്ന ഒരു പെർവേഴ്സിറ്റി. ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല, എല്ലാത്തിനെയും നിസ്സാരമാക്കുന്ന ഒരു മനോഭാവത്തിലാണ് മലയാള സിനിമയുടെ പുതിയ മുഖവും കവിതയിലെ പോലും പുതിയ മുഖവും. എത്ര ഗഹനമായ ആശയങ്ങൾ ഇല്ലാതിരുന്ന അത്രത്തോളം കവിത നല്ലത്, അതൊക്കെ ബാധ്യതയാണ് എന്ന് പറയുന്ന കവിതയിലുമുണ്ട് അങ്ങനെ ഒരു ധാര, സിനിമയിലുമുണ്ട്. സിനിമയിൽ അങ്ങനെ വന്നതുകൊണ്ട് പിന്നെ പാട്ടിലും വരുന്നു. എൻ്റെ ഒരു സംശയം, ഇത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ പുതുതലമുറ. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുകയും സിനിമ എടുക്കുകയും ചെയ്യുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു വ്യാധിയും ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ മൊബൈലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ കേട്ട് ലേറ്റസ്റ്റ് സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ്. അവിടെയൊന്നും ഉള്ള ന്യൂ ജെൻ സിനിമകൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള മാറാവ്യാധികളുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ദേ നറേറ്റ് എ ഫിലിം, ദേ ടെൽ എ സ്റ്റോറി. അത് പുതിയ രീതിയിൽ, ഇതുവരെ കാണാത്ത രീതിയിൽ അതിനെ ആവിഷ്കരിക്കുന്നു. ഭാഷ കാലോചിതമായിട്ട് മാറുന്നു. അല്ലാതെ ഇതിനെ എടുത്ത് വളച്ചൊടിച്ച് ഞങ്ങൾ അടങ്ങൂ, ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിക്കുന്നത് ഭാഷയ്ക്ക് നല്ലതോ സിനിമയ്ക്ക് നല്ലതോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഹാവ് മൈ ഓൺ ആപ്രഹെൻഷൻസ്. മാറ്റങ്ങൾ വേണ്ടെന്നല്ല, പക്ഷേ മാറ്റങ്ങൾ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ മാറൂ. മറ്റതൊക്കെ വന്നു പോകും. അതുകൊണ്ട് ലോകത്ത് മറ്റെങ്ങും ഒരു ഭാഷയിലും ഇല്ലാത്ത തരത്തിലുള്ള ഈ പോസ്റ്റ് മോഡേൺ ആവേശം മലയാളികൾക്ക് മാത്രം എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺട്രൈവ്ഡ്. അത് സ്വാഭാവികമായി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ആധുനികതയോടുള്ള നമ്മുടെ അഭിമുഖത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായ മാറ്റമല്ല. പിന്നെയോ ചില മുൻവിധികളിൽ ഊന്നിക്കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കൂ എന്ന് വിചാരിച്ചിട്ടുള്ള മാറ്റമാണെന്നാണ് എനിക്ക് ന്യൂജൻ സിനിമകളെ പറ്റിയും ന്യൂജൻ പാട്ടുകളെ പറ്റിയും. ഇങ്ങനെയൊന്നും ആവേണ്ട ഒരു കാര്യമില്ല. നമുക്ക് മലയാളത്തിൽ അന്തസ്സായിട്ട് പാട്ടെഴുതി പുതിയ കാലത്തിന് അനുരൂപം. ഇവിടെ ഇരിക്കുന്ന ആരും ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നവരല്ലല്ലോ ഈ ഇരിക്കുന്ന സദസ്യരാരും. പിന്നെ സിനിമയിൽ വരുമ്പോൾ മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? കാലഘട്ടത്തിനോടും ആ ജനങ്ങളോടുമല്ലേ നമ്മൾ കൂറ് പുലർത്തേണ്ടത്. നമ്മുടെ ജീവിതത്തെയാണോ ഈ സിനിമ ഇത്രയും വയലൻസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു ദുഃഖം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ തല വെട്ടിക്കളയാണ് ചേന വെട്ടുന്നത് പോലെ. അങ്ങനെയൊക്കെ ദീസ് ആർ ഓൾ കൺട്രൈവ്ഡ് എന്നാണ് ഞാൻ പറയുന്നത്. ഇൻ്റലക്ച്വൽ കൺട്രൈവൻസ് ആണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമേ അല്ല ഈ സിനിമകൾ. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സിനിമകളും ഇങ്ങനെയുള്ള ഫാഷൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ പുതിയ മുറ, ഇത്തരത്തിലുള്ള ഈ മൂന്നാം മുറയുണ്ടല്ലോ, ഭാഷയോട് കാണിക്കുന്ന ഈ മൂന്നാം മുറ, അതെല്ലാം കാലമെടുത്ത് ദൂരെ കളയുന്നതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അതുകൊണ്ട് മാറ്റങ്ങൾ വേണം, പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അപകടകരമാണ് എന്നാണ്. പുതുതലമുറ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വേടൻ, ഡെപ്സി, ബേബി ജീൻ, ഗബ്രി, ഇവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം. കാരണം സ്പോട്ടിഫൈയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത്, കേൾവിക്കാരുള്ളത് ഇത്തരത്തിലുള്ള പാട്ടുകൾക്കാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വളർന്നു വരേണ്ടതുണ്ടെന്ന് ശിവചേട്ടൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കാലഘട്ടം, ഇല്ലെങ്കിൽ പാട്ടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പുറത്തൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആയിരുന്നു. അപ്പോൾ ഇൻഡി മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതെ ശരിക്കും പുതുതലമുറ പാട്ടുകളെ കുറിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ വേടനും ഡെപ്സിയും ഗബ്രിയും ഒക്കെ ഇപ്പം വഹിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അതൊരു മ്യൂസിക് മോജോ കാലഘട്ടം മുതൽ പാട്ടുകൾ മാറി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ കമേഴ്സ്യലൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. കമേഴ്സ്യലൈസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നിലനിൽക്കുള്ളൂ. സിനിമയിലായാലും അതെ, കമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ടുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തുന്നതെന്നുള്ളതാണ് എല്ലാ സംവിധായകരും എല്ലാ പിന്നണി പ്രവർത്തകരും പറയുന്നത്. അപ്പം ഈ അപ്ലൈഡ് ആർട്ട് ഇങ്ങനെ നിലനിൽക്കണം, ഒപ്പം ഇൻഡി മ്യൂസിക് വളരേണ്ടതുണ്ട്. അപ്പോൾ അതേ പറ്റിയിട്ട് ശിവചേട്ടൻ കുറച്ചുകൂടെ ആധികാരികമായി സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ തലമുറയുടെ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കിപ്പോൾ സംശയമായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തലമുറ ഞങ്ങളുടെ തലമുറയാണെന്ന് ഞങ്ങൾ പറയും. ഞാനിപ്പോൾ പുതിയ തലമുറയുടെ ഒപ്പമുണ്ടോ? അതിനകത്തൊരു സംശയമില്ല. അത് ആ കാലം തുടങ്ങി. അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇവിടെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ നിൻ സമയലറയിൽ ഞാൻ ഉപ്പാ സക്കരയ എന്ന് എഴുതുന്ന വൈരമുത്ത് തന്നെ ഇപ്പുറം ഉർവശി ടേക്ക് ഇറ്റ് ഈസി ഉർവശി, നീ തിന്നുന്ന മറ്റേ ഇതിന് 10 പൈസയുടെ മിഠായിക്ക് നീ തിന്നു കഴിഞ്ഞാൽ 1,00,000 രൂപയാണ്
എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. കാരണം അതാ സിനിമ ആവശ്യപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഈ പാട്ടുകളെ ഈ വെളിയിലെടുത്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാട്ടുകൾ സിനിമയുടെ അകത്ത് നിർത്തി ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഇടം ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ പറയുന്നത്. പാട്ട് നമുക്ക് ആവശ്യം തന്നെയാണ്, പക്ഷേ സിനിമ പാട്ട് എന്ന് പറയുന്നത് സിനിമയെന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ തോന്നുന്ന പല കാര്യങ്ങളും അപ്സൈഡായിട്ട് തോന്നും. പക്ഷെ ആ സിനിമയിലോ ഒരു ഇഡിയറ്റ് എന്നാണ് ഒരു തന്നെ പേരെങ്കിൽ അവന് ആ വേർഡ് വെച്ചിട്ട് എന്താ ഒരു പാട്ട് വേണമെങ്കിൽ ആ വേർഡ് അവിടെ വരും. കാരണം ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. അപ്പം ആ സിനിമ ആവശ്യപ്പെടുന്ന, പക്ഷേ ഈ പറയുന്ന അക്രമത്തിന് കൂട്ടുനിന്നിട്ട് ഞാൻ മലയാള ഭാഷയെ നവീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയത്. ഇല്ല, ആ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നതാണ് ഞാൻ ചെയ്തത്. ആ ഡയറക്ടർ ആവശ്യപ്പെട്ടത് ഞാൻ എഴുതി കൊടുത്തു. അതുകൊണ്ടാണ് മക്കളെ ഇത് അപ്ലൈഡ് ആർട്ടാണെന്ന് 24 മണിക്കൂർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കവിതയാണെന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം. കവിത എഴുതാനുള്ള കടലാസല്ല സിനിമയുടെ ഓരോ ഫ്രെയിമും. അവിടെ ആ സിനിമ എന്താവശ്യപ്പെടുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് എഴുതാനുള്ള ഒരു ഫ്രീഡം അവിടെ ഇല്ല. അതിനപ്പുറത്തേക്ക് കൺസീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ചന്ദനലേപ സുഗന്ധം വരും. അതുമാത്രമല്ല, സാറിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മണമുള്ള കുടമുല്ലപ്പൂവിന് എന്നുള്ള എത്ര കിനാക്കൾ ഉണ്ടായിരിക്കുന്നത്. ഓമ എഴുന്നേറ്റ് പോയി. അതുണ്ട്, ആ കവിത ഉണ്ട്. പക്ഷേ അത് അത്തരം ഒരു സിനിമയിലും അത് മനസ്സിലാവുന്ന ഒരു ഡയറക്ടർ എടുത്തേ വർക്കൗട്ട് ആവുള്ളൂ. അല്ലാത്ത വാഴയിലും തെങ്ങിലും ഒക്കെ പോയിട്ട് കവിത അന്വേഷിച്ചിട്ട് എന്താ കാര്യം? തലയിൽ തേങ്ങ വീണ് ചാവും ഈ റൈറ്റർ. അതെ, ഏ ബനാനെ ഒരു പൂ തരാമോ എന്ന് പറയുന്ന പാട്ട് ആ സിനിമയ്ക്ക് ആവശ്യമായ പാട്ടാണ്. നമ്മൾ കണ്ട് ആസ്വദിച്ചൊരു പാട്ടാണ്. അതേപോലെ മനു ഇപ്പോൾ അങ്ങുവാനക്കോണിൽ മിന്നി നിന്നൊരു അമ്പിളി എന്ന് എഴുതുന്ന മനു തന്നെ ടൈറ്റിൽ സോങ്സ് എഴുതുന്ന സമയത്ത് ഡും 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 ഡിഷും ഡിഷും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് ഒരു സിനിമയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. കുറച്ചുകൂടെ ആധുനിക കാലഘട്ടത്തിൽ ഈ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് മനു. ഇൻഡി മ്യൂസിക്കും കൂടെ വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് പലപ്പോഴും സിനിമയിൽ ഇപ്പോൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മൾ സിനിമയിൽ, വേടനയായാലും ഗബ്രിയൊക്കെ ഡബ്സിയൊക്കെ നമ്മൾ സിനിമയിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ കൂടെ പോകുന്ന, ശരിക്കും ഇതിൻ്റെ ഇപ്പം ഏറ്റവും നന്നായിട്ട് അനുഭവിക്കുന്നത് മനു കൂടെയാണ്. അപ്പം മനു ആ ഇൻഡി മ്യൂസിക്കും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകും. അല്ല, തീർച്ചയായിട്ടും ആ പറയുന്ന എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കുറേ പാട്ടുകളുണ്ട് അല്ലേ, മറ്റേ മലബാറി ബാങ്ക്, പന്തൽ ചാൻഡ്, എനിക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു ഇമോഷൻ അത് നമുക്കൊരു സിനിമയിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല അത്. പിന്നെ നേരത്തെ ഷിബിടെ പറഞ്ഞതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ട് ഒരു എവിടെയാണ് നമ്മൾക്ക് ഒരു ലിറിക് റൈറ്റർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് വെച്ചിട്ട് പറയാം. ഒരു സൈന്യത്തിലൊരു പാട്ടാണ്, മറ്റേ മിഗ മെറോഷേവൾ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സംഗതിയുണ്ട്. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ പുറകെ പോകുന്നു, അവൾ മൈൻഡ് ചെയ്യുന്നില്ല. 3 ദിവസം നടന്നു, 4 ദിവസം നടന്നു, മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇടിച്ച് കയറുക എന്നുള്ളൊരു സാധനമാണ്. ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. ഇത് പക്ഷേ ആ സൈന്യത്തിലെ ആ ഒരു കഥാപരിസരത്ത് നിന്നുകൊണ്ട് ഒരു എഴുതുന്ന സമയത്ത് റൺവേ ക്ലിയർ അല്ല, റൂട്ട് മാപ്പും തന്നില്ല, ക്രാഷ് ലാൻഡ് ചെയ്തോട്ടെ, ഇതവിടെ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അതാണ് ഒരു ക്രിയേറ്റിവിറ്റി. അവിടെയാണ് അത് ആ പാട്ടിന് ഇപ്പോഴും ലൈഫുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇതൊന്നും ഒരു കാലഘട്ടത്തിൽ മാത്രം സംഭവിച്ചുള്ള ഒരു കാര്യമല്ല, ഇതൊക്കെ എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെയുള്ള എന്താ പറയുക, അതൊന്നും എല്ലാ സമയത്തും സംഭവിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഇൻഡി മ്യൂസിക് പോലെയുള്ള അല്ലെങ്കിൽ അവരവരുടെ എക്സ്പ്രഷൻസ്, അവരവരുടെ രാഷ്ട്രീയം പറയാനുള്ളൊരു സംഗതി. അപ്പോൾ അതിന് സംഗീതം വരിക, അപ്പോൾ അതുമായിട്ട് നമ്മൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്നവർക്ക് എൻജോയ് ചെയ്യാൻ തരത്തിലുള്ള പാട്ടുകൾ സംഭവിക്കുക. അത് തീർച്ചയായിട്ടും കാലഘട്ടത്തിന് ആവശ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല അത് ഒരുപാട് കാലം അതിനൊരു ഡിലേ ഉണ്ടാവുന്ന, അടുത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി തന്നെയാണ്. വളരെ നാക്റ്റീവായിട്ടുള്ള, വളരെ കൊളോക്കിയലായിട്ടുള്ള, വളരെ സംഗതി എന്താ പറയുക, ആ ഒരു എർത്തി ആയിട്ടുള്ളൊരു സംഗതി, വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഗീത ശാഖ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി ഓഡിയൻസിന് ചോദ്യം ചോദിക്കാനുള്ള സ്പേസാണ്. ഒരു 8 മിനിറ്റോളം നമുക്കുണ്ട്.
അപ്പോൾ അത് നന്നായി വിനിയോഗിക്കുക. ഇപ്പോൾ നമ്മൾ സിനിമാ പാട്ടുകളെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനകം ഇറങ്ങിയ ഒരു നല്ല ലളിതഗാനം നമുക്ക് ആർക്കെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കാലത്ത് നമ്മളെ സ്വാധീനിച്ചിരുന്ന സിനിമാ പാട്ടുകൾ പോലെ തന്നെ സ്വാധീനിച്ചിരുന്ന ഒരു സാധനമാണ് ലളിതഗാനങ്ങളും. ലളിതഗാനങ്ങൾ ഒരു പരിധിവരെ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം. നല്ല പാട്ടുകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ പോരുന്ന ഒരു പാട്ട് ഉള്ള ഒരു സിനിമ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. പണ്ട് പാട്ടുകൾ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പ്രമദവനത്തിലെ ആദ്യത്തെ ഹമ്മിങ് പോലും ഇപ്പോഴും നമ്മുടെ ആ സിനിമ കണ്ടപ്പോഴത്തേനുള്ള ആ ഒരു രോമഹർഷം ഇപ്പോഴും നമ്മുടെ ഉണ്ട്. അതുപോലെ എത്രയോ പാട്ടുകളുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം നിങ്ങൾ 3 എഴുത്തുകാരോടും കൂടിയാണ്. ഈ ഇപ്പോഴത്തെ ഒരു വരണ്ട അവസ്ഥ മലയാള സിനിമയിലെ പാട്ടിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ എഴുത്തുകാരില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഷിബു സാറിൻ്റെ ജയകുമാർ സാർ വിട്ടിരിപ്പുണ്ട്, ഇദ്ദേഹം മനു സാറുണ്ട്, നമ്മുടെ ഇപ്പോൾ എം ജയേന്ദ്രനെ പോലെ വിദ്യാധരൻ മാഷെ പോലുള്ള സംഗീത സംവിധായകരൊക്കെ ഇപ്പോഴും ഉണ്ട്. രവീന്ദ്രൻ മാഷൻ ജോൺസൺ മാസ്റ്ററൊക്കെ പോയിട്ടുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് അത്തരം പാട്ടുകൾ എഴുതാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. ഇത് പ്രേക്ഷകരുടെ പ്രശ്നമാണോ സിനിമയുടെ പ്രശ്നമാണോ? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ ഒരു ചോദ്യം വ്യക്തിപരമായിട്ട് ജയകുമാർ സാറിനോട് ചോദിക്കാനുള്ളതാണ്. ഇപ്പോൾ ജയകുമാർ സാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം IAS കാരനാണ്, ചീഫ് സെക്രട്ടറിയാണ്, വൈസ് ചാൻസലറാണ്, ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അല്ലാത്ത അദ്ദേഹത്തിൻ്റെ ഈ പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കല്ലാണ്ട് അദ്ദേഹം കവിയാണ്, പ്രാസംഗികനാണ്, ഇതെല്ലാമാണ്. പക്ഷേ ജയകുമാർ സാറിനെ പറ്റി എവിടെ പറഞ്ഞു കഴിഞ്ഞാലും ചന്ദനലേപ സുഗന്ധം എന്നുള്ളൊരു കാര്യമില്ലാണ്ട് അതിനപ്പുറത്തേക്ക് ജയകുമാർ സാറിന് ഒരിടത്തും ഞാൻ അങ്ങനെ ഒരിതായിട്ട് കണ്ടിട്ടില്ല. എത്രയോ മേഖലകളിൽ വിവരിച്ചിരിക്കുന്ന ഒരാളാണ്. ആ പാട്ട് എഴുതണ്ടായിരുന്നത് സാറിന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇത് മാത്രമേ എനിക്ക് ചോദിക്കുന്നു. ഒറ്റ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജയകുമാർ സാർ മാത്രമായിട്ട് മറുപടി ചുരുക്കുമോ? അതുകൊണ്ടാണ് ചോദ്യം. ഒരുപാട് പഴയ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു തലമുറ തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ തലമുറ തന്നെയാണ് പേന കത്തി കൊണ്ട് വിദ്യാരംഭം, കുത്ത് ഹരിശ്രീ, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, വഴിതെറ്റാനും വേണം സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം ക്രിമിനൽ സന്ദേശങ്ങൾ പുറത്തുവിടുന്ന ഈ പാട്ടും സൃഷ്ടിച്ചത് ഇതേ ഗാനങ്ങൾ കേട്ട് വളർന്ന നമ്മൾ തലമുറ തന്നെയാണ്. ഈ തലമുറ ഇത് കേട്ട് ഇതിൽ പ്രസവിച്ച് വീഴുന്ന അടുത്ത തലമുറയോട് ചെയ്യുന്ന മഹാപാതകമല്ലേ? അതിന് ആരാണ് കുറ്റക്കാർ എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി? ഇതിനൊരു മാറ്റം വരുമോ? വളരെ ഓർഗാനിക് ആണെന്നൊക്കെ സാറ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥ പറഞ്ഞാൽ വളരെ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമാണ് തുറന്നു വിടുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമുണ്ട്. ജയകുമാർ സാർ, തിരസ്കരിക്കുക എന്നുള്ളതല്ല വേറെ ഒരു ആയുധവും ഓഡിയൻസിൻ്റെ കയ്യിലില്ല. തിരസ്കരിക്കുക, മെഴ്സിലെസ്ലി റിജക്റ്റ്. അപ്പം ഇത് താനെ മാറി. ഈ പാട്ടൊന്നും ഇപ്പോൾ വില പോകുന്നില്ല. ആളുകൾക്ക് ബോധം ഉണ്ടായെന്ന് സിനിമാ നിർമ്മാതാക്കളും ഡയറക്ടർമാരും അറിയുമ്പോഴത്തേക്ക് പാട്ടുകളും സിനിമയും മാറും. ഇപ്പോഴത്തെ സിനിമയുടെ കൾച്ചർ പോലും മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞതിൽ ഇത്രയും വയലൻസ് നമ്മുടെ ജീവിതത്തിലില്ല. ഇറ്റ് ഈസ് നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് ഈ വയലൻസൊക്കെ. അതുകൊണ്ട് റിജക്റ്റ് ചെയ്യല്ല. നമ്മുടെ കയ്യിൽ വേറെ എന്താ ആയുധം? ഇപ്പോൾ സമ്മതിദാന അവകാശം 5 വർഷത്തിലൊരിക്കൽ നമ്മൾ പ്രയോഗിക്കുന്നില്ലേ? ഒരു കൂട്ടരെ ഇറക്കി വിടാനും വേറൊരു കൂട്ടരെ കയറ്റാനും. എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് നമുക്ക് നമ്മുടെ കൂട്ടർക്ക് ഇതിനെ റിജക്റ്റ് ചെയ്യാമെന്നുള്ളതല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റില്ല.